രാവിലത്തെ പ്രഭാത സന്ധ്യാകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഇരിക്കുന്നതായ വേദവ്യാസന്റെ മനസ്സിനകത്ത് ശരിയായ ഒരു ഉണർവുണ്ടാകുന്നില്ല. ചിത്തം നല്ലതുപോലെ അങ്ങോട്ട് തെളിയുന്നില്ല. എന്താണ് അതിന്റെ കാരണമെന്ന് അദ്ദേഹം സ്വയം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരമഗുരുവായ നാരദ മഹർഷി അവിടേക്ക് വരുന്നത്. അദ്വൈത സിദ്ധാന്തത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്നതായ ഉത്തമ ഗുരുവാണ് നാരദ മഹർഷി. നാരദ മഹർഷിയെ കണ്ട് നമുക്ക് പഠിക്കാം. അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് തന്നെ 3 ലോകത്തിലെയും ഇരുട്ടിനെ നീക്കുന്നതായ സൂര്യനാണ് നാരദ മഹർഷി എന്നാണ് വേദവ്യാസ ഭഗവാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. സത്യമാ. അദ്ദേഹത്തിന് ആരോടും ഒരു ഭാവഭേദവുമില്ല. നമ്മള് സാധാരണ ചൊല്ലുന്നത് യാതൊന്ന് കണ്ടത് നാരായണ പ്രതിമ, യാതൊന്ന് കേട്ടത് നാരായണ സ്തുതികൾ, യാതൊന്ന് ചെയ്തത് നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്നൊക്കെ നമ്മൾ ജപിക്കുന്നുണ്ട്. നാരദ മഹർഷിയെ കണ്ടു പഠിക്കുക. അദ്ദേഹം അസുരന്മാരുടെ ചെന്ന് കഴിഞ്ഞാലും പാതാള ലോകത്തിൽ ചെന്ന് കഴിഞ്ഞാലും നാരായണ നാരായണ മന്ത്രം ജപിക്കും. അവരെ നാരായണ മഹാത്മ്യം കേൾപ്പിക്കും. ഭൂലോകത്ത് വന്നാലും നാരായണ നാരായണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കും. എല്ലാ മനുഷ്യരെയും ആ ഭഗവാന്റെ മഹാത്മ്യം ഇങ്ങനെ കേൾപ്പിക്കും. ദേവലോകത്ത് ചെന്ന് കഴിഞ്ഞാലും നാരായണ നാരായണ എന്ന് ജപിച്ചിട്ട് ഭഗവാന്റെ മഹാത്മ്യം അവരെയും കേൾപ്പിക്കും. അങ്ങനെ 3 ലോകത്തിലെയും അജ്ഞാനത്തെ നീക്കുന്നതായ, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റുന്നതായ സൂര്യനാണ് നാരദ മഹർഷി. ബ്രഹ്മലോകത്ത് ചെന്നാലും അദ്ദേഹം ബ്രഹ്മണേ നമ ബ്രഹ്മണേ നമ എന്ന് പറയത്തില്ല, നാരായണായ നമ നാരായണായ നമ. കൈലാസത്തിൽ ചെന്നാലും ശിവായ നമ ശിവായ നമ എന്നല്ല അദ്ദേഹം പറയുക, നാരായണായ നമ നാരായണ നാരായണ നാരായണ. വൈകുണ്ഠത്തിൽ ചെന്നാലും നാരായണൻ. ബ്രഹ്മാവും ശിവനും വിഷ്ണുവും എല്ലാം ഒരേ നാരായണനാണ്. അസുരന്മാരും മനുഷ്യരും നാരദരും ദേവന്മാരും എല്ലാം ആ നാരായണാംശം തന്നെയാണ് എന്നെല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നടക്കുന്നതായ അദ്വൈത ഗുരുവാണ് നാരദ മഹർഷി. ആ നാരദ മഹർഷി എഴുന്നള്ളി അദ്ദേഹത്തെ ആദിത്യ മര്യാദ അനുസരിച്ച് പാദ്യാർഘ്യ ആചമനാദികൾ കൊണ്ടെല്ലാം പൂജ ചെയ്തു. അപ്പൊ നാരദ മഹർഷി ചോദിക്കുക വേദവ്യാസ മഹർഷിയുടെ എന്തേ ഒരു മൗനം? അപ്പൊ അതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല, അവിടുന്ന് തന്നെ പറഞ്ഞു തരണം എന്ന് പറയുമ്പോൾ ആ നാരദ മഹർഷി പറയുക, ലോകോപകാരാർത്ഥമായിട്ട് അവിടുന്ന് വേദങ്ങളെ തരംതിരിച്ചു, എന്നിട്ട് ശിഷ്യ പരമ്പരകളിൽ കൂടി അത് ലോകത്തിലെല്ലാം പ്രകാശിപ്പിച്ചു. ആ വേദങ്ങളിൽ പറയപ്പെടുന്നതായ ധർമ്മം മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി പഞ്ചമവേദം എന്ന് വിശേഷിപ്പിക്കുന്ന മഹാഭാരതവും അവിടുന്ന് രചിച്ചു. ഇതെല്ലാം ലോകോപകാരാർത്ഥമായിട്ട് അവിടുന്ന് ചെയ്തതാണ്. എങ്കിലും അങ്ങോട്ട് പോരാ. ഭഗവാന്റെ ആ യശസ് അത് ശരിയായിട്ട് അങ്ങോട്ട് വർണ്ണിക്കുന്നതായ ഒരു ഗ്രന്ഥം അവിടുന്ന് രചിക്കണം. ഓരോ ശ്ലോകങ്ങൾ കേൾക്കുമ്പോഴും ആ ഭഗവത് അനുഭൂതി ഉണ്ടാകണം. അങ്ങനെയുള്ളതായ ഗ്രന്ഥങ്ങള് ഇനിയും വൃത്തനിബദ്ധമൊന്നും അല്ല എങ്കിൽ തന്നെയും അതിനെ ഹംസങ്ങൾക്ക് കുളിക്കുവാനുള്ള കുളമായിട്ട് പരമഹംസന്മാര് കാണും. അതല്ല, എല്ലാം വൃത്തനിബദ്ധമൊക്കെയാണ്. പക്ഷേ ആ ശ്ലോകങ്ങളൊക്കെ അങ്ങോട്ട് പാരായണം ചെയ്യുമ്പോഴും ഭഗവത് സ്വരൂപം അങ്ങോട്ട് തെളിഞ്ഞു വരുന്നില്ല, അനുഭൂതി ഉണ്ടാകുന്നില്ല എങ്കിൽ അതിനെ കാക്കയ്ക്ക് കുളിക്കാനുള്ള കുളമായിട്ട് സജ്ജനങ്ങൾ കണക്ക് കൂട്ടത്തുള്ളൂ. അതുകൊണ്ട് പരമഹംസന്മാർക്ക് കുളിക്കുവാൻ പറ്റാവുന്ന കുളം പോലെ ആ ഭഗവത് മാഹാത്മ്യം ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായ ഒരു ഗ്രന്ഥം അവിടുന്ന് രചിക്കണം എന്ന് പറഞ്ഞിട്ട് തന്റെ പൂർവ്വവൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുകയാണ് ഈ വേദവ്യാസ മഹർഷിക്ക്. എന്തിനാണ് ഇങ്ങനെ പൂർവ്വവൃത്താന്തങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുന്നത് എന്ന് ചോദിച്ചാല് നമുക്കോരോ ഗുണപാഠം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ മഹാന്മാരുടെ കഥകളൊക്കെ നമ്മളെ ഇങ്ങനെ കേൾപ്പിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കി നമുക്ക് ഗുണപാഠം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ നാരദ മഹർഷിയുടെ പൂർവ്വവൃത്താന്തം നമ്മൾ കേൾക്കുന്നത് നല്ലതായിരിക്കും, ഇല്ലേ? അല്ലേ ചേട്ടാ? അപ്പൊ നമുക്കും അതിനകത്ത് ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകും, ഇല്ലേ? മക്കളെ, നിങ്ങൾ വർത്തമാനം പറയരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി നാരദ മഹർഷിയുടെ കഥ പറയാൻ പോവാ കേട്ടോ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പം നിങ്ങൾക്ക് അതിന്റെ പൊരുൾ പിടികിട്ടിയില്ലെങ്കിലും ഈ കഥയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. ഏതെങ്കിലുമൊക്കെ കാലത്ത് നിങ്ങൾക്ക് ഈ കഥകളൊക്കെ പ്രയോജനപ്പെടും കേട്ടോ. അതുകൊണ്ട് മക്കൾ ഇപ്പം വർത്തമാനം ഒന്നും പറയാതെ കണ്ട് ഞാൻ പറയുന്ന ഈ കഥ കേട്ടോ, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. വേദവ്യാസ മഹർഷിക്ക് നമുക്കറിയാവുന്ന ഒരു ജന്മം അദ്ദേഹം തന്നെ പറയുന്നതാണ്.
സപ്തമസ്കന്ധത്തിൽ പണ്ട് ഞാന് ഉപബർഹണൻ എന്ന് പറയുന്ന ഗന്ധർവനായിരുന്നു എന്ന്. അപ്പൊ ഉപബർഹണൻ എന്ന ഗന്ധർവൻ, അപ്പൊ സൗന്ദര്യം കൊണ്ടായാലും വിദ്യ കൊണ്ടായാലും സമ്പത്ത് കൊണ്ടായാലും എല്ലാം ഉന്നത സ്ഥിതിയിലുള്ള ആളാണ് ആര്? ഉപബർഹണൻ എന്ന് പറയുന്ന ഗന്ധർവൻ. എന്താ സംഭവിച്ചത്? മതിരാമതാന്തനായി ദേവന്മാര് ചെയ്യുന്നതായി യജ്ഞശാലയിൽ ചെന്ന് കയറിക്കൊടുത്തു. നമുക്ക് പച്ച തെളിച്ച് ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് മദ്യപാനിയായിട്ട് യജ്ഞശാലയിൽ ചെന്ന് കയറി എന്ന് നമുക്ക് വിചാരിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, അതിന് ഭംഗം വരുത്തരുത്. നമ്മൾ ഈ ദേവി ഭാഗവത്തിനകത്ത് 4 കൂട്ടം പാപങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയും കഥാഭംഗം വരുത്തുന്നതും ദൈവദോഷമാണ്. കേൾക്കുന്നുണ്ടല്ലേ? നമ്മുടെ ആ ആനന്ദത്തിന് ഒരു ഭംഗം വരുത്തുക. ആ ഭഗവാനാണല്ലോ ആനന്ദം, ഇല്ലേ? ആ ആനന്ദാവസ്ഥയ്ക്ക് ഒരു ഭംഗം വരുത്തുക ചെയ്യുക. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ അങ്ങ് നടക്കട്ടെ. നിങ്ങള് ക്ഷേത്രകാര്യങ്ങൾ അതുപോലെ നടക്കും. വരാനുള്ള ആൾക്കാർ വരും, അവരവരുടെ കാര്യം നടത്തി അവരവരുടെ പോകും. നിങ്ങൾ എന്ത് വേണം? നമ്മുടെ ഈ ഞാൻ പറയുന്നത് കേൾക്കുക എന്നുള്ള ആ ശ്രദ്ധ തിരിച്ചു കളയരുത്. തിരിച്ചു കളഞ്ഞു കഴിഞ്ഞാല് എന്നില് ആ ഫ്ലോയ്ക്കും ഭംഗം ഉണ്ടാകും, നിങ്ങളിലെ ആ ശ്രവണത്തിനും ഭംഗം ഉണ്ടാകും, അവിടെ വെച്ച് കഥാഭംഗം ഉണ്ടാകും. അത് ദോഷമാണ്, കേട്ടോ? അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. കഥാഭംഗം വരുത്തി ഒരു ദോഷം വരുത്തണ്ട, കേട്ടോ? അത് ശ്രദ്ധിച്ചു കൊടുക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഉപബർഹണൻ എന്ന് പറയുന്ന ഗന്ധർവൻ മദ്യപാനിയായിട്ട് ദേവന്മാര് യജ്ഞം നടത്തിയ യജ്ഞശാലയിലേക്ക് ചെന്ന് കയറി കൊടുത്തു. ദേവശാപമുണ്ടായി, ഒരു ശൂദ്രനായിട്ട് വന്ന് ജനിച്ചു. ഇതൊരു ഉപബർഹണന്റെ കഥയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഒരു യജ്ഞമായി, ഇത് ദൈവീകമായ കാര്യം നടക്കുക, ഇല്ലേ? അപ്പോൾ ഈ ദൈവീകമായ കാര്യം നടക്കുമ്പോഴ് ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഇതിന്ന് മക്കളെ നമ്മൾ എന്താ പഠിക്കാനുള്ളത്? അതായത് യജ്ഞശാല ദൈവീകമായ കർമ്മം നടക്കുന്ന സ്ഥലം, ക്ഷേത്രവും ദൈവീകമായ കർമ്മം നടക്കുന്ന സ്ഥലമല്ലേ? അപ്പൊ നമ്മുടെ ഈ യജ്ഞശാലയും ഇത് യജ്ഞശാലയാ. ദേവന്മാരെല്ലാം ഇവിടെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിലും ദേവന്മാരുടെ ഋഷികളുടെ എല്ലാം സാന്നിധ്യമുള്ളതാ ഇവിടെ, ഇല്ലേ? അങ്ങനെയുള്ളിടത്ത് ഉപബർഹണൻ മദ്യപാനിയായിട്ട് ചെന്ന് കയറി ശാപം കിട്ടി ശൂദ്രനായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞാൽ തന്റെ അതുവരെ ഉണ്ടായിരുന്നതായ നല്ല അവസ്ഥകളെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി. കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല, വശം പിടികിട്ടിയോ? എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ട് നമ്മൾ കുറെ യജ്ഞം ചെയ്തു എന്നുള്ളതല്ല മക്കളെ ഇതിനകത്ത് പ്രധാനമായ കാര്യം. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നമ്മളുടെ ശ്രദ്ധ എങ്ങനെ നമ്മളത് ചെയ്യുന്നു, അതിനെത്ര പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു, ഇവിടെ എന്താ നടക്കുന്നത് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി തന്നെയാണോ ഇത് ചെയ്യുന്നത്, ഇതിനകത്താ കാര്യമില്ലേ? ആണോ ഇല്ലയോ? അല്ലാതെ കൊണ്ട് കുറെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടി അതിനകത്തൊന്നും അല്ല കാര്യമെന്ന് നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. എന്താണ്? യജ്ഞശാലയില് നമ്മൾ ചെല്ലേണ്ടുന്ന ചില മര്യാദകളുണ്ട്. യജ്ഞശാലകളിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകളുണ്ട്. ആ മര്യാദകളൊക്കെ പാലിച്ചില്ല എന്നുണ്ട് എങ്കിൽ അത് ഗുണത്തിനു പകരം ദോഷം ചെയ്യത്തേ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. കേൾക്കുന്നുണ്ടല്ലോ മക്കളില്ലേ? അപ്പൊ നാമൻ ചോദിച്ചേ,
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ആ ഉപബർഹണൻ എന്ന അവസ്ഥയിൽ നിന്നും അദ്ദേഹം വന്ന് ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായിട്ട് പിന്നെ ജനിച്ചു. അമ്മയാണെങ്കിൽ അടുത്ത ഒരു വീട്ടില് അടിച്ചു തെളിക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു സ്ത്രീ, ഭയങ്കര ദാരിദ്ര്യം. അതുകൊണ്ട് ഈ ഉണ്ണിയെയും കൂട്ടിക്കൊണ്ടുപോകും. എന്തിന്? എന്തെങ്കിലുമൊക്കെ ഉണ്ണിക്ക് വയർ നിറച്ച ആഹാരം കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ കൊണ്ടുപോകുന്നത്. അങ്ങനെ അമ്മ അടിച്ചു തെളിക്ക് നിന്നതായ ആ വീട്ടില് ചാതുർമാസം അനുഷ്ഠിക്കാൻ വേണ്ടി കുറെ സന്യാസിമാര് വന്നു. മഴക്കാലം 4 മാസം വനാന്തരങ്ങളിൽ നിന്നും സന്യാസിമാര് നഗരങ്ങളിൽ വന്ന് ഏതെങ്കിലുമൊക്കെ ഗൃഹസ്ഥന്മാരുടെ വീട്ടിൽ, സാമ്പത്തിക ശേഷിയുള്ള ആ ഗൃഹസ്ഥന്മാരുടെ വീട്ടിൽ, അതിനെ ഉള്ള പുണ്യം ചെയ്തിട്ടുള്ളതായ ഗൃഹസ്ഥന്മാരുടെ വീട്ടിൽ അവര് തമ്പടിച്ച് ഈശ്വരീയമായ കർമ്മങ്ങളൊക്കെ ചെയ്യും. വ്രതാനുഷ്ഠാനത്തിലാണ് അവര്. അതിനെ വിളിക്കുന്ന പേരാണ് ചാതുർമാസ്യ വ്രതം. 4 മാസത്തെ വ്രതമായതുകൊണ്ടാ ചാതുർമാസ്യ വ്രതം എന്ന് പറയുക. ആ വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി കുറെ സന്യാസിമാര് വന്നു. അന്ന് 5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആർക്ക്? ഈ നമ്മുടെ ഉപബർഹണൻ വന്ന് ശൂദ്രസ്ത്രീയുടെ മകനായിട്ട് ജനിച്ച ആ ഉണ്ണിക്ക് 5 വയസ്സേ ഉള്ളൂ. ആ ഉണ്ണി വളരെയധികം ശുഷ്കാന്തിയോടുകൂടി ഈ സന്യാസിമാരെ എല്ലാം ഇങ്ങനെ പരിചരിച്ചു. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമുണ്ടായി ഉണ്ണിയോട്. അങ്ങനെ സന്തോഷമുണ്ടായപ്പോഴ് അവര് പിന്നീട് കഴിച്ചതായ ആഹാരത്തിന്റെ ബാക്കി ഈ ഉണ്ണിക്ക് കഴിക്കാൻ കൊടുക്കും. ഉണ്ണിക്ക് കഴിക്കാൻ കൊടുക്കുമ്പോഴേ വെറുതെ അവര് കഴിച്ച ഉച്ചിഷ്ടം കൊടുത്തു എന്ന് നമ്മൾ വിചാരിക്കരുത് മക്കളെ. ആഹാരശുദ്ധി സത്വശുദ്ധി എന്ന ആ ശാസ്ത്രം പറയുക. നമ്മൾ കഴിക്കുന്ന ആഹാരം എത്രത്തോളം ശുദ്ധമാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബുദ്ധി ഉണ്ടാകുക. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ സൂക്ഷ്മാംശമാണ് ബുദ്ധിയായിട്ട് മാറുന്നത്, ഇല്ലേ? അങ്ങനല്ലേ? ഇതിനൊരു കഥ ചാന്തോക്യ ഉപനിഷത്തിനകത്ത് പറയും. ഉദ്ദാലകൻ എന്ന് പറയുന്നതായ അച്ഛൻ തന്റെ മകനാകുന്നതായ ശ്വേതകേതുവിനോട് പറയും, മോനെ നീ 4 ദിവസം ആഹാരം കഴിക്കരുത്, പക്ഷെ വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രാണൻ വിഘടിച്ചു പോകും. അങ്ങനെ 4 ദിവസം ആഹാരം കഴിക്കാതിരുന്നിട്ട് എന്റെ അടുത്ത് വരൂ എന്ന് പറയും. ഈ ശ്വേതകേതു അങ്ങനെ 4 ദിവസം ആഹാരം കഴിക്കാതെ ഇരുന്നിട്ട് അച്ഛന്റെ അടുക്കൽ വരും. അപ്പോഴച്ഛൻ പറയും, മകനെ നീ പഠിച്ചതായ വേദങ്ങളെല്ലാം ഒന്ന് ചൊല്ലൂ എന്ന് പറയും. മകൻ പറയും, അച്ഛാ എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറയും. കേൾക്കുന്നുണ്ടോ മക്കളെ? അപ്പൊ പറയും, പോയിട്ട് കുറച്ച് ആഹാരം കഴിച്ച് അല്പസമയം കഴിഞ്ഞിട്ട് വരൂ എന്ന് പറയും. അങ്ങനെ ഈ ശ്വേതകേതു പോയി ആഹാരം കഴിച്ചു. കുറെ സമയം കഴിഞ്ഞിട്ട് പിന്നീട് അച്ഛൻ്റെ അടുക്കൽ വന്നു. അച്ഛൻ ചോദിച്ചു, മോൻ ഇപ്പോഴെല്ലാം ചൊല്ലാൻ പറ്റുമോ? ഓ, എനിക്കെല്ലാം ഓർക്കുന്നുണ്ട് അച്ഛൻ, ഇപ്പോഴെല്ലാം ഓർക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴാ അച്ഛൻ പറഞ്ഞതാ, മകനെ ഈ വിറകില്ലാതെ കണ്ട് ആയാല് അഗ്നി കനലായി പോകും. അതിന് പിന്നെ ചൂടും പ്രകാശവും തരാൻ പറ്റില്ല. പറ്റുമോ? അതുപോലെ ആഹാരമില്ലാതെ കണ്ടായ നമ്മുടെ പ്രാണനാകുന്ന അഗ്നി കനലായി പോകും. അത് ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല. ഇന്ദ്രിയങ്ങളും ബുദ്ധിയും ഒന്നും ശരിക്ക് പ്രവർത്തിക്കത്തില്ല. ഈ പ്രാണനിലാണ് ഈ ബുദ്ധിയും ഇന്ദ്രിയങ്ങളും എല്ലാം നിൽക്കുന്നത്. അത് കനലായി പോകും. ആഹാരമാകുന്നതായ വിറക് ചെന്ന് കഴിയുമ്പോൾ അത് എങ്ങനെയാണോ അഗ്നിയിൽ വിറകിട്ട് കൊടുത്താൽ അത് കത്തി ചൂടും പ്രകാശവും തരുന്നത്, അതുപോലെ ആഹാരമാകുന്ന വിറക് പ്രാണനാകുന്ന അഗ്നിക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞപ്പോൾ അത് തെളിച്ചമുണ്ടായി, ബലവത്തായി. അപ്പോഴിന്ദ്രിയങ്ങളും മനസ്സുമെല്ലാം ശരിയായിട്ട് പ്രവർത്തിക്കുന്നു. എന്നിട്ട് പറയും, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ഏറ്റവും സ്ഥൂലമായ ഭാഗം മലമായിട്ട് പോകും. അതിന്റെ ചെറിയ ഭാഗം സപ്തധാതുക്കളായിട്ട് പരിണമിക്കും. അതാ നമ്മുടെ ഈ ശരീരമല്ല. അതിനെയും സൂക്ഷ്മമായിരിക്കുന്ന ഭാഗമാണ് എന്ത്? മനസ്സായിട്ട് മാറുന്നത്. ഈ ആഹാരം എന്ന് പറയുന്നത് ദ്രവ്യമാണ്. അതിന് എന്തിനെയെങ്കിലും ഗ്രഹിക്കുവാനുള്ള ശേഷി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ബോധശേഷി അതിനോട് ചേരണം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ളതായ ബോധവും
ഈ ദ്രവ്യത്തിന്റെ സൂക്ഷ്മാംശവും രണ്ടും കൂടി ചേരുന്നതാണ് മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആ ആഹാരമാകുന്ന ദ്രവ്യത്തിന്റെ സൂക്ഷ്മാംശവും നമ്മുടെ ഉള്ളിലുള്ളതായ ബോധം, അതായത് ചിശക്തി, ഇത് രണ്ടും കൂടി ചേരുന്നതാണ് എന്ത്? മനസ്സ് എന്ന് പറയുന്നത്. ചിശക്തി എന്ന് പറയുന്നത് എപ്പോഴും അത് ശുദ്ധമായിരിക്കുന്നതാണ്. പക്ഷേ ദ്രവ്യം മാലിന്യമാണെന്നുണ്ടെങ്കിൽ അതിനെ കൂടി മലിനപ്പെടുത്തിക്കളയും. അതുകൊണ്ട് എന്തു വേണം? ആഹാരം എത്രത്തോളം ശുദ്ധമാണോ അത്രത്തോളം ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകും. അതാ പറയുക ആഹാരശുദ്ധി, സത്വ ശുദ്ധി. പിടികിട്ടുന്നുണ്ടല്ലോ മക്കളെ? അപ്പൊ നിങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടികളായ നിങ്ങൾക്ക് നല്ല തെളിച്ചം ബുദ്ധിക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം മക്കളെ? നല്ല ആഹാരം കഴിക്കണം. എന്താണ്? നല്ല ആഹാരം, ബുദ്ധിക്ക് ഉണർവുണ്ടാക്കുന്ന നല്ല ആഹാരം കഴിക്കണം. ഈ നല്ല ആഹാരം എന്ന് പറയുമ്പോൾ അതിന് 4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ? നേരെ ചൊവ്വേ സമ്പാദിച്ച മുതലായിരിക്കണം. ആർജിത ശുദ്ധി എന്നാ പറയുക. എന്ത്? നേരെ ചൊവ്വേ സമ്പാദിച്ചതായിരിക്കണം. വല്ലവന്റെയും പ്രാക്ക് കിട്ടിയ മുതലാകരുത് നമ്മൾ കഴിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? ആ പ്രാക്കിന്റെ അംശമൊക്കെ എന്തിലുണ്ടാകും? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുണ്ടാകും. ആശയം പിടികിട്ടുന്നുണ്ടോ മക്കളെ? അതുപോലെ പെട്ടെന്ന് ദഹിക്കുന്നതും ബുദ്ധിക്ക് നല്ല തെളിച്ചം തരുന്നതുമായ ആഹാരം വേണം കഴിക്കുന്നത് കേട്ടോ. അല്ലാതെ കണ്ട് ഒരുപാട് എരിയും ഒരുപാട് പുളിയും ഈ നമ്മുടെ ഇൻസ്റ്റാന്റ് ഫുഡൊക്കെ തരത്തില്ലയോ? പെട്ടെന്ന് ഇട്ടൊക്കെ കരിച്ചു കുരിച്ചു കൊണ്ട് തരത്തില്ലയോ? അങ്ങനെയൊക്കെ ഉള്ളതായ പെട്ടെന്ന് ദഹിക്കാത്ത ഈ ആഹാരങ്ങളൊക്കെ നല്ല രുചിയൊക്കെ ഉണ്ടാകും. വേണമെന്നുണ്ടെങ്കിൽ ശരീരവും കുറച്ച് ഏറെ പൂഷണിക്കും. പക്ഷെ ബുദ്ധിക്ക് നല്ല തെളിച്ചം ഉണ്ടാകത്തില്ല. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് പെട്ടെന്ന് ദഹിക്കുന്ന, അധികം എരിയും പുളിയും ചവർപ്പുമൊന്നുമില്ലാത്ത ആഹാരം വേണം കഴിക്കേണ്ടുന്നത്. അതുപോലെ പഴകിയ ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. ഇതാണ് ദ്രവ്യശുദ്ധി എന്ന് പറയുക. അർജിതശുദ്ധി, ദ്രവ്യശുദ്ധി. മൂന്നാമത്തേതാണ് സാമീപ്യശുദ്ധി. മക്കളെ, ഈ ഏതെങ്കിലും പ്രാണികൾ ചത്ത് കിടന്നത്, തലമുടി കിടന്നത്, നഖം കിടന്നത്, ഇതൊക്കെ ഈ ആഹാരങ്ങൾക്കൊക്കെ അശുദ്ധി ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം അതുപോലെ സാമീപ്യ ശുദ്ധിയിലെ മറ്റൊരു കാര്യമാണ് നമ്മുടെ അടുത്തിരിക്കുന്ന ആളിന്റെ ഓറയും നമ്മുടെ ആഹാരത്തെ ബാധിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് നമ്മൾ എവിടെ ആരുടെ അടുത്തിരുന്ന് ആഹാരം കഴിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിനെയാണ് സാമീപ്യ ശുദ്ധി എന്ന് പറയുക. അപ്പം എന്തെങ്കിലുമൊക്കെ ഈ തലമുടി, നഖം, പ്രാണികൾ ചത്തു കിടന്നത്, ഇങ്ങനെയൊക്കെയുള്ളതായ ആഹാരങ്ങളെല്ലാം ദ്രവ്യശുദ്ധി നഷ്ടപ്പെടുത്തി കളയുന്നതാണ്, സാമീപ്യ ശുദ്ധി ഇല്ലാത്തതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളതായ ആഹാരങ്ങളെ ഒഴിവാക്കണം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ആർദ്രശുദ്ധി, ദ്രവ്യശുദ്ധി, സാമീപ്യശുദ്ധി. അടുത്തതാണ് മക്കളെ ഭാവശുദ്ധി. നമ്മള് ആഹാരം ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും നമ്മുടെ മനോഭാവം എന്താണോ അത് നമ്മുടെ ദഹനരസത്തെയും സ്വാധീനിക്കുന്നതാണ്. ഇങ്ങനല്ലേ? അപ്പൊ അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുമ്പോൾ അമ്മമാരെ, നിങ്ങൾ ഏതു ഭാവത്തിൽ നിന്നുകൊണ്ടാണ് ആഹാരം ഉണ്ടാക്കി നിങ്ങളുടെ സന്താനങ്ങള് തീറ്റിക്കുന്നത് എന്നുള്ളതൊരു പ്രധാനമായ കാര്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് കാലത്തൊക്കെ എന്നോട് എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുള്ളതാണ്, ആഹാരം ഉണ്ടാക്കുമ്പോൾ ഇളക്കുമ്പോൾ എടാ ചുമ്മാതെ കണ്ട് കണാകിനാന്നിട്ട് ഇളക്കരുത്, അതിനകത്ത് ശ്രീം എന്ന് എഴുതണമെന്ന് പറയും. എന്താ കാര്യം? ശ്രീം. നിങ്ങൾ ഇന്ന് പോകുമ്പോ ഒന്ന് ഇളക്കി നോക്കിക്കോ. അവിയലോ അല്ലെങ്കിൽ ആ ചേട്ടന് ആഹാരം കഴിക്കാതിരിക്കാനേ പറ്റത്തുള്ളൂ. അതേ പറ്റത്തുള്ളൂ. അവിടെ എടുത്ത് അതിന് കഴിക്കാനേ പറ്റൂ. അതാ അത് കഴിക്കാം. ന്യായോ? അല്ലെങ്കിൽ നമുക്ക് ആഹാരം കഴിക്കാനേ പറ്റില്ല, കളയാൻ പറ്റില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഞാൻ അതിലേക്ക് വരാൻ ചേട്ടാ കേട്ടോ, ഞാൻ പറയാം. ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ കേട്ടോ, ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞോട്ടെ. അപ്പോഴ് നമ്മൾ ആഹാരം കഴിക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഉള്ളതായ ഭാവം എന്താണോ ആ ഭാവം. ഇപ്പൊ പറഞ്ഞില്ലേ, ആഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മളിലൊരു ഈശ്വരീയമായ ഭാവമാണ് എങ്കിൽ അനുസൃതമായിരിക്കുന്ന ഭാവം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതിനനുസൃതമായിരിക്കും എന്ത് നമ്മൾ ദഹനരസവും ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ?
അതുപോലെ ആഹാരം കഴിക്കുമ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ട് കാലത്തൊക്കെ നമ്മൾ എങ്ങനെ ആഹാരം കഴിച്ചിരുന്നത്? അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിം ച പാർവതി. ഭിക്ഷാം ദേഹിം ച പാർവതി. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ആഹാരം കഴിക്കുമ്പോൾ ആ ആഹാരത്തിനെ എന്തായിട്ട് നമ്മൾ കണ്ട് പാർവതീദേവിയാണ് എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ആ ആഹാരത്തെ കണ്ടതും കഴിച്ചതുമെല്ലാം. അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ഒരു ദൈവീകമായ ഭാവത്തോടു കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ആഹാരത്തിന് ഒരു ദൈവീക അംശം അതിനകത്ത് ഉണ്ടാകും. അത് പുറത്തുനിന്ന് വരുന്നതല്ല, നമ്മൾ നാമം ചെല്ലുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഓറ വിശേഷം അതിന്റെ സ്പർശത്തിൽ കൂടി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഈ 4 കൂട്ടം കാര്യങ്ങള് ശ്രദ്ധിക്കണമെന്ന. ഇപ്പൊ ചേട്ടൻ ചോദിച്ച ഒരു കാര്യം ഇതാ, തലമുടി കിടന്നു കഴിഞ്ഞാൽ ആ ആഹാരം മൊത്തം കളയാൻ പറ്റുമോ എന്ന്. ഇല്ലേ? നമുക്ക് പറ്റത്തില്ല. പറ്റുമോ? പറ്റില്ല. ചേട്ടാ, നമ്മൾ ഈ പരമാവധി തലമുടി ഒന്നും വീഴാതെ കണ്ടിരിക്കാൻ വേണ്ടി ആ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന അവർക്ക് ഒരു തലപ്പാവ് ഇങ്ങനെ കൊടുക്കുന്നില്ലേ? കൊടുക്കത്തില്ലേ? തലയിൽ ഇങ്ങനെ ഒരു വട്ടത്തിലൊരു നെറ്റൊക്കെ ഇട്ടുകൊണ്ട് അവർ ജോലി ചെയ്യുന്നത് ഈ തലമുടി ഒന്നും പറന്ന് ഇതിനകത്ത് വീഴാതെ കണ്ടിരിക്കാനാണ്. സർവേ ചെയ്യുമ്പോഴും അവരത് ഇട്ടേക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? അത് പറന്ന് വീഴാതെ കണ്ടിരിക്കാനാണ്. പണ്ട് നമ്മുടെ അമ്മമാരുടെ തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചോണ്ട് എന്ന് പാകം ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അമ്മമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി കിടക്കാനേ പറ്റത്തുള്ളൂ. ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ആഹാരത്തിനകത്തായാലും ആപദ്ധർമ്മം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ത് ആപദ്ധർമ്മം? അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ നമ്മൾ അത് കഴിക്കണം. ഈ ഉപനിഷത്തിനകത്ത് ഈ രൈകൻ എന്ന് പറയുന്ന ഒരാളിന്റെ കയ്യിൽ നിന്നും ഒരാൾ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നു. പയറുമണി കഴിച്ചുകൊണ്ടിരുന്നത് അത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ പറയും, ഈ ആഹാരം താങ്കൾക്ക് കഴിക്കാമോ എന്ന് ചോദിക്കും. അതുപോലെ വിശ്വാമിത്രൻ പോയിട്ട് ഒരു പറയക്കുടിൽ നിന്നും പോയിട്ട് പട്ടി മാംസം കഴിക്കും. അപ്പൊ താങ്കൾ ഇത് കഴിക്കുന്നത് ഉചിതമാണോ എന്ന് ചോദിക്കുമ്പോൾ ജീവനെ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ധർമ്മം. അതുകൊണ്ട് വേറെ ഒന്നും കിട്ടാതെ കണ്ട് വരുമ്പോൾ ഇത് കഴിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് കഴിക്കണം എന്ന് പറയും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആപദ്ധർമ്മം. എന്താണ്? ആപദ്ധർമ്മം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാവൂ എന്നല്ല. നമ്മുടെ വീട്ടിൽ വെക്കുന്ന ആഹാരം മനഃപൂർവ്വം അല്ലാതെ കണ്ടൊരു മുടിയോ ഒരു സാധനമോ വീണാല് അത് എടുത്ത് കളഞ്ഞിട്ട് കഴിക്കാനേ പറ്റൂ. അതിന് ആപദ്ധർമ്മം എന്നേ പറയാൻ പറ്റൂല്ലേ? അല്ലാതെ കണ്ട് അതെല്ലാം കൂടെ കൊണ്ടുപോയി കമത്തി കളയാൻ പറ്റുമോ? അപ്പൊ അതിന്റെ സാരം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പരമാവധി നമ്മൾ ശ്രദ്ധയോടുകൂടി ഇങ്ങനെ ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അമ്മമാരും ആഹാരം ഉണ്ടാക്കുമ്പോൾ അത് മനഃപൂർവ്വം നിങ്ങൾ ചെയ്യുന്നതല്ല എങ്കിലും ഇതൊക്കെ ശാസ്ത്രം പറയുന്നതിനൊന്ന് അനുസരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇല്ലേ? അതേ പറ്റത്തുള്ളൂ. പക്ഷെ എപ്പോഴൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമായിട്ട് വരുത്തില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതാ. തലമുടി എല്ലാം കൂടെ അങ്ങോട്ട് ചീകി ഇങ്ങോട്ട് എടുത്ത് ചുരുട്ടി കൂട്ടി ഒരൊറ്റ ഇടക്കവാ അങ്ങോട്ട്. പാൽ ഇങ്ങോട്ട് വരുന്നേ അത് ഇങ്ങോട്ട് പറിച്ചെടുത്ത് കൊണ്ടുപോയി അവിടെ ഇവിടെ മൂലയ്ക്കും മുക്കിനും ഒക്കെ ഇട്ടേക്കും. അങ്ങനെ ഇല്ലയോ? ഇതൊക്കെയാ സ്വാഭാവികം. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഈ പറയുന്നതിന്റെ സാരം. അല്ലാതെ കണ്ട് തലമുടി കിടന്നു, ഇപ്പൊ ചോറ് വെച്ചു, ഇടങ്ങഴി അരിയിട്ട് ചോറ് വെച്ചു അതിനകത്തൊരു തലമുടി കിടന്നു, അത് കൊണ്ടുപോയി കൊട്ടിക്കളയണമെന്നല്ല. പക്ഷേ തലമുടി എടുത്ത് കളഞ്ഞിട്ട് കഴിക്കാനേ നിവർത്തിയുള്ളൂ. പക്ഷെ അതിന്റെ സാരം ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക എന്നുള്ളതാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആപദ്ധർമ്മം. ചേട്ടാ മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ എല്ലാത്തിനും ചേട്ടാ തർക്കിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിനും പരിഹാരവും ഉണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. നാമം ചോദിച്ചാട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ സന്യാസിമാര് കൊടുത്തതായ അവര് കഴിച്ചതിന്റെ ബാക്കി ഭക്ഷണം നമ്മുടെ 5 വയസ്സുള്ള കുട്ടിക്ക് കൊടുത്തപ്പോൾ അവന്റെ ബുദ്ധിക്ക് നല്ല തെളിച്ചമുണ്ടായി. എന്തുകൊണ്ട്? കാരണം നമ്മൾ ഈ പറഞ്ഞതായ ശുദ്ധിയെല്ലാം സന്യാസിമാരുടെ ആഹാരത്തിനകത്തുണ്ട്. അവര് കൊതിഞ്ഞോണയം പറഞ്ഞുകൊണ്ടല്ലോ ആഹാരം ഉണ്ടാക്കുന്നേ. ആണോ? അല്ല. അവര് വല്ലവന്റെയും കട്ട മുതൽ കൊണ്ടല്ലോ ആഹാരം ഉണ്ടാക്കുന്നത്.
അല്ല. അവര് നാമം ജപിച്ചുകൊണ്ടല്ലേ ആഹാരം ഉണ്ടാക്കുന്നതും ആഹാരം കഴിക്കുന്നതും, ഇല്ലേ? അപ്പൊ ഈ പറഞ്ഞതായ ശുദ്ധിയല്ല അവരുടെ ആഹാരത്തിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഉണ്ണിക്ക് പെട്ടെന്ന് ബുദ്ധിക്ക് തെളിച്ചമുണ്ടായത് എന്ന് നമുക്കൊരു കഥയിൽ കൂടി പഠിപ്പിച്ച് തരാൻ വേണ്ടി ഗ്രന്ഥം ശ്രമിക്കുന്നതാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമ്മൾ അത് മാത്രം എടുത്താൽ മതി. എന്ത്? അവര് ശുദ്ധമായ ആഹാരം ഉണ്ണിക്ക് കൊടുത്തപ്പോൾ ആ ഉണ്ണിയുടെ ബുദ്ധിക്ക് തെളിച്ചമുണ്ടായി. അതുകൊണ്ട് അതുപോലെയുള്ള ആഹാരം നമ്മുടെ ഉണ്ണിക്ക് കൊടുത്താൽ അവർക്കും ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകും എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കഥാരൂപത്തിൽ പറയുന്നു എന്ന് മാത്രം. പറഞ്ഞ മനസ്സിലായോ? കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് അത് നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ സൗകര്യമാണ്, അല്ലേ? നമ്മുടെ ചുറ്റുപാടുകളാണ്. അല്ല, അങ്ങനെ അല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ഉണ്ണിയുടെ ബുദ്ധിക്ക് നല്ല തെളിച്ചം ഉണ്ടായപ്പോഴ് അവര് ഉണ്ണിക്ക് ജപിക്കാൻ വേണ്ടിയിട്ട് ഒരു നാമം പറഞ്ഞു കൊടുത്തു. എന്താണ്? ജപിക്കാന് ഒരു നാമം പറഞ്ഞു കൊടുത്തു. ഈ ഉപനയനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഉപദേശിച്ചു കൊടുക്കുന്നത് ഗായത്രി മന്ത്രമാണ്, അല്ലേ? ഗായത്രി മന്ത്രത്തിന്റെ ഉപാസനയാണ്. ആ ഗായത്രി മന്ത്രം എന്താ ജപിക്കുന്നത്? ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ബുദ്ധിക്ക് നല്ല തെളിച്ചം ഉണ്ടാകണേ എന്നല്ലേ? അങ്ങനല്ലേ? അപ്പം ബുദ്ധിക്ക് തെളിച്ചം ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാ ആദ്യമേ. ഇവിടെ ഉണ്ണിക്ക് ബുദ്ധിക്ക് തെളിച്ചമുണ്ടായി. തെളിച്ചമുണ്ടായി കഴിഞ്ഞപ്പോൾ നാമജപം പറഞ്ഞു കൊടുത്തു, മന്ത്രം പറഞ്ഞു കൊടുത്തു ഉണ്ണിക്ക് ജപിക്കാൻ വേണ്ടി. ആശയം പിടികിട്ടുന്നുണ്ടോ? അതുപോലെ നമ്മുടെ ഉണ്ണിമാർക്കും നാമം ജപി അവർക്കത് പ്രയോജനമാകണമെന്നുണ്ടേ എങ്കിൽ, അവരുടെ ബുദ്ധിക്കും നല്ല തെളിച്ചം ഉണ്ടാകണമെന്നുണ്ടേ എങ്കിൽ, അവരുടെ മനസ്സിനും സ്വാസ്ഥ്യം ഉണ്ടാകണമെന്നുണ്ടേ എങ്കിൽ ഈ പറഞ്ഞത് ഒക്കെ പാലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം എന്നേ ഉള്ളൂ. അല്ലാണ്ട് ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്ന കാര്യമാണോ? അങ്ങനെ ചെയ്യാവടാ എന്നും വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും. എന്താണ്? ഇങ്ങനെ ചെയ്താല് നന്നായിരിക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ചെയ്തോളണം എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞു കേട്ടുണ്ടോ? നമ്മുടെ ധർമ്മത്തിൽ അങ്ങനെ പ്രശ്നമേ ഇല്ല. നീ ചെയ്തേ മതിയാകും, ചെയ്തോളണം, അങ്ങനെ പ്രശ്നമേ ഇല്ല. വേണ്ട, ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും കേട്ടോ, അതുകൊണ്ട് വേണമെങ്കിൽ ചെയ്തോളും, അത്രയേ ഉള്ളൂ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നാമം ജപിച്ച മക്കളെ, ഒരേ വർത്തമാനം പറയല്ലേ? നാമം ജപിക്കും, നാമം ജപിക്കും. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഉണ്ണിയോട് പറഞ്ഞു, മക്കളെ എത്ര പ്രാവശ്യം ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ഈ നാമം അങ്ങ് ജപിച്ചോളൂ നീ കേട്ടോ, എത്ര ജപിക്കാൻ പറ്റുമോ അത്രത്തോളം ജപിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ചാതുർമാസ വ്രതമൊക്കെ പൂർത്തിയാക്കിയിട്ട് അവരങ്ങ് പോയി. ആ പോകാൻ നേരത്ത് ഉണ്ണിയെ വിളിച്ച് അടുത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, എന്തായാലും നാമമൊക്കെ ജപിക്കുന്നുണ്ടല്ലോ ഇല്ലേ? ഭഗവാന്റെ രൂപം ഇങ്ങനെ ഉള്ളിൽ കണ്ടുകൊണ്ട് നാമം ജപിക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് ധ്യാനിക്കുന്ന രീതിയുമെല്ലാം ആ ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തു. എത്ര വയസ്സുണ്ട്? മോന്റെ പ്രായമേ ഉള്ളൂ എന്ന് പറഞ്ഞാല് എന്താ അതിന്റെ കാര്യം? നാരദ മഹർഷി ഒരു വലിയ ആളായി മാറിയത് ഈ കൊച്ചുനാളിലെ ഭഗവാനെ ഉള്ളിൽ കണ്ടുകൊണ്ട് നാമം ജപിച്ചതിന്റെ പരിണിതഫലമാണ്. ലോകത്തിൽ എല്ലാവരാലും പൂജിക്കപ്പെടുന്ന ഒരു വലിയ മഹാഋഷിയായിട്ട് അദ്ദേഹം വളർന്നത് എന്ന് പഠിപ്പിക്കുമോ മക്കളെ? കേട്ടോ, വശം പിടി കിട്ടിയോ? ചെറുപ്പത്തിൽ നിങ്ങളുടെ ഈ പ്രായത്തില് നാമം ജപിച്ച് ഭഗവാനെ ചിന്തിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ആയതെന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ. കതിരെ കൊണ്ടെന്ന് വളം വെച്ച് കഴിഞ്ഞാൽ എവിടെ പിടിക്കാനാച്ചാ? പിടിക്കുവോ? പിടിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് കേട്ടിരിക്കുന്ന അമ്മമാരെ നിങ്ങൾ കഥ കേൾക്കാൻ വേണ്ടി പറയുന്നതല്ല ഇത്. ഈ പ്രായത്തിൽ കുട്ടികളെ കൊണ്ട് നാമം ജപിപ്പിച്ച് ശീലിപ്പിക്കണമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ കഥകളല്ല. കേൾക്കുന്നില്ലേ? എന്നിട്ട് ധ്യാനമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് അവര് ഉണ്ണി ഇങ്ങനെ ധ്യാനമൊക്കെ ചെയ്യും, നാമമൊക്കെ ജപിക്കും. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം ഉണ്ണിയുടെ അമ്മ രാത്രിയില് പശുവിന് പുല്ല് കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഒരു പാമ്പ് കടിച്ചു. പാവം, ദേഹം വിട്ടുപോയി. ഇനി ഈ ഉണ്ണിക്ക് ആരും ഒരാശ്രയമില്ല.
എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല. ആ വീട്ടിൽ പിന്നെ നിൽക്കാനും ഒട്ടും പറ്റത്തില്ല. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു. ഭഗവാന്റെ നാമം ഇങ്ങനെ തിരുനാമം ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞു. ഒരു കാടിന്റെ അടുത്തെത്തി. ഒരു നല്ല തെളിഞ്ഞൊഴുകുന്ന പുഴ കണ്ടു. കുറെ വെള്ളം കോരി കുടിച്ചു. ദേഹശുദ്ധിയൊക്കെ വരുത്തി. ഒരു തണലുള്ള വൃക്ഷത്തിന്റെ ചുവട്ടിൽ പോയി അവിടെ ഇരുന്നു. എന്തിനാ വെറുതെ ഇരുന്ന് സമയം കളയുന്നത്, നാമം ജപിച്ചുകൂടെ എന്ന് ഉള്ളിൽ തോന്നി. അങ്ങനെ കണ്ണടച്ചിരുന്ന് ആ സന്യാസിമാര് പറഞ്ഞു കൊടുത്ത രീതിയിൽ ഇങ്ങനെ നാമം ഇങ്ങനെ ജപിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ആദ്യത്തെ ജപിച്ചു കഴിഞ്ഞപ്പോ ആ പൊന്നിൻ കിരീടം കണ്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ. പിന്നത്തെ ജപിച്ചു കഴിഞ്ഞപ്പോഴ് ആ ഭഗവാന്റെ ആ തിരുനെറ്റി ഇങ്ങനെ കണ്ടു. പിന്നെ ജപിച്ചു ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ ആ താമരക്കണ്ണുകൾ ഇങ്ങനെ നോക്കുന്നതായിട്ട് ഇങ്ങനെ കണ്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ. തിരുമുഖം കണ്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ. ആ പുഞ്ചിരി കണ്ടു. ആ പുഞ്ചിരി കണ്ടു കഴിഞ്ഞപ്പോൾ അറിയാതെ മനസ്സ് പോലും പുഞ്ചിരിച്ചു പോയി. നമ്മളൊരു ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സറിയാണ്ട് പുഞ്ചിരിക്കില്ലേ? പുഞ്ചിരിക്കത്തില്ലേ? അതിന്റെ ഫോട്ടോ നോക്കിയിട്ട് വേണ്ട, ആയോല്ലയോ നോക്കിയാ ചിരിക്കും. അങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് അങ്ങനെ ആ സശംഖചക്രം സകിരീടകുണ്ടലം സപീത വസ്ത്രം സരസീരക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ആ പൂർണ്ണ രൂപം ഇങ്ങനെ ഉള്ളിലിങ്ങനെ കണ്ടുകൊണ്ട് ജപിച്ച് ചിത്തം നിരുദ്ധമായി പോയി. പെട്ടെന്ന് ആ രൂപം മാത്രം ഇങ്ങനെ വരുന്നു, ബാക്കിയെല്ലാം വിസ്മൃതമായി പോയി. താൻ എവിടെ ഇരിക്കുന്നു, ആരാണ്, എന്താണെന്ന് എല്ലാം വിസ്മൃതമായി പോയി. ഗുരുദേവൻ പറഞ്ഞില്ലേ, അങ്ങനെ മനസ്സൊന്ന് നിശ്ചലമായി കഴിഞ്ഞാൽ എന്തുണ്ടാകും? അപകലിത ആനന്ദ വെള്ളമോടി വരും. എന്താ? അപകലിത, താഴേക്കിങ്ങനെ കലിതമാകുന്ന ആനന്ദ വെള്ളം, അമൃതാത്മകമാകുന്ന ആ ധാര ഇങ്ങനെ ഒഴുകി വരും. ഒഴുകി വന്നു. ആരില്? ഈ ഉണ്ണിയില്. ആ അവകലിത ആനന്ദ വെള്ളം ഇങ്ങനെ ഓടി വന്നു. ആ അമൃതാനുഭവം അങ്ങനെ ഉണ്ടായി. ശരീരമെല്ലാം രോമാഞ്ചം കൊണ്ടു, ഗദ്ഗതം ഉണ്ടായി. രോമാഞ്ച പുളകിതൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ ഭഗവത്, ആ ഈശ്വരീയമായ ആനന്ദത്തില്, ആ നിർവൃതിയില്, അനുഭൂതിയില് അങ്ങനെ സ്വയം മറന്നിരുന്ന് ഭഗവാനേ എന്ന് വിളിച്ചപ്പോൾ ഗദ്ഗതമുണ്ടായി. പക്ഷേ അല്പസമയമേ നിന്നുള്ളൂ, പെട്ടെന്ന് മറന്നുപോയി. ആ അനുഭൂതി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. മക്കളെ, നാമം ജപിക്കുമ്പോൾ അറിയാതെ കണ്ട് ചിലപ്പോൾ കിട്ടുന്ന ഒരു സെക്കൻഡ് നേരം കിട്ടുന്ന ഒരു ദർശനം, ഒരു അനുഭൂതി, ഇതൊക്കെയാണ് നമ്മളെ ആ ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നത്. അല്ലാതെ കണ്ട് ഏതെങ്കിലും ആകാശത്തുനിന്ന് ഭഗവാൻ ഇറങ്ങി വന്നത് ദേണ്ടാ ഞാനാ എന്ന് പറയുന്നതല്ല. ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നതായ ആ ഒരു നിമിഷം നിൽക്കുന്ന അനുഭൂതി വിശേഷമുണ്ടല്ലോ. തടില്ലേക്കാ സമരുചി. എന്താണ്? തടില്ലേക്കാ സമരുചി. മിന്നൽ പിണറിന് സമാനമായ ഒരു പ്രകാശാനുഭവം. ലളിതാശാസ്ത്രത്തിൽ വായിച്ചിട്ടില്ലേ? തടില്ലേഖാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത. വായി നോക്കി. നമ്മളിപ്പം ഈ ലളിതാശാസ്ത്രമത്തിൽ വായിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം വായിച്ചിട്ടുള്ള നിങ്ങള് അല്ലയോ? ഞാൻ ഇന്ന് വൈകിട്ടും പറഞ്ഞു, ലളിതാസഹസ്രനാമം ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് ജപിക്കണം, അതിനെല്ലാവരും വരണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ടും നോക്കിയിരുന്ന ആ അമ്മ ഇപ്പം വരും, ഇങ്ങോട്ടും നോക്കിയിരുന്ന ഈ അമ്മ ഇപ്പം വരും, അങ്ങോട്ടും നോക്കിയിരുന്ന ആ അമ്മ ഇപ്പം വരും. പക്ഷെ ഒരമ്മമാരും വന്നില്ല. അവസാനം ഞാൻ തന്നെ ജീവിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്ക് ഒരു ഈശ്വരാനുഭൂതി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും അത് ഉണ്ടാകുവാനുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ടാകത്തില്ലേ? ഒരു വലിയ ആഗ്രഹം നമുക്കുണ്ടാകത്തില്ലേ? അതുപോലെ ഈ ഉണ്ണിയും ഇങ്ങനെ വീണ്ടും ഭഗവത് അനുഭവം ഉണ്ടാകാൻ വേണ്ടി ഇങ്ങനെ ധ്യാനിച്ചു. പക്ഷെ കിട്ടിയില്ല. അപ്പോഴൊരു അശരീരി കേട്ടു, ഈ ജന്മത്തില് നിനക്ക് അത്രയ്ക്കും ചിത്തശുദ്ധി അങ്ങോട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് മേലിൽ അതിനുള്ള യോഗ്യത ഉണ്ടാകും എന്ന് ഒരു അശരീരി കേട്ടു.
അങ്ങനെ അശരീരി കെട്ടി ഈശ്വരാനുഭവം അനുഭവിച്ചതായ ആ ഉണ്ണിയാണ് പിന്നീട് വന്ന് ബ്രഹ്മദേവന്റെ മാനസപുത്രനായിട്ട് ജനിച്ച് ഭഗവൻ നാമം ഭഗവാനിൽ നിന്ന് തന്നെ കിട്ടിയതായ മഗധീ വീണയും മെട്ടിക്കൊണ്ട് ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, നാരായണ 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 എന്ന് ജപിച്ച് എല്ലാവരിലും ആ ഭഗവൻ നാമത്തെ അങ്ങനെ ജപിപ്പിച്ച് എല്ലാ ലോകങ്ങളിലും 3 ലോകങ്ങളിലെയും ഇരുട്ടിനെ നീക്കുന്ന സൂര്യനായിട്ട് സഞ്ചരിക്കുന്നതായ മഹാഋഷിയായ മഹാഗുരുവായ നാരദനായിട്ട് മാറിയത്. അതുകൊണ്ട് വേദവ്യാസരെ ഭഗവാന്റെ മാഹാത്മ്യം എന്താണ് എന്ന് ശരിയായിട്ട് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. എൻ്റെ അനുഭവത്തിൽ നിന്നും പറയുകയാ. ഓരോ ശ്ലോകങ്ങള് കേൾക്കുമ്പോഴും ആ ഭഗവത് അനുഭവം ഉണ്ടാകാൻ പറ്റാവുന്ന രീതിയിൽ ഒരു ഗ്രന്ഥം അവിടുന്ന് രചിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനിൽ നിന്നും കിട്ടിയതായ ആ ഉപദേശം, ഭഗവാന്റെ മഹിമ 4 ശ്ലോകങ്ങൾ, അത് വേദവ്യാസ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് ആള് യാത്രയായി. ആരാ യാത്രയായേ? നാരദ മഹർഷി യാത്രയായി. നാമം ജപിച്ചേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. മക്കളെ, ചുമ്മാതിരുന്ന് വർത്താനം പറയരുത്. അമ്മമാര്, ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. ഞാൻ പറയുന്ന കഥയെല്ലാം ഇതുവഴി കേട്ട് ഇതുവഴി അങ്ങ് പോകും. അല്പസ്വല്പമൊക്കെ ഇതുവഴി കേട്ട് ഇങ്ങോട്ട് കയറിയാലായി, അത്രയേ ഉള്ളൂ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ നാമം ജപിക്കുന്ന എന്തിനാണെന്നറിയാവോ? എനിക്കും നിങ്ങൾക്കും കൊണ്ടുപോകുവാനുള്ള ആകെ സമ്പാദ്യം ഈ നാമജപത്തിൽ കൂടി കിട്ടുന്ന പുണ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത് ഇപ്പോൾ നമ്മൾ ജപിക്കുന്ന ഈ തിരുനാമങ്ങളാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാമം ജപിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നാമം ജപിക്കും. കഥയെല്ലാം ഇങ്ങനെ കിടക്കും, കഥയെല്ലാം നമുക്കിങ്ങനെ ഒരു കോണിൽ നിന്ന് കേൾക്കാം. പക്ഷെ എത്ര അതിനിടയ്ക്ക് നാമം ജപിക്കുന്നുണ്ട്, അത് മാത്രമാണ് നമ്മുടെ സമ്പാദ്യം, ഇല്ലേ? അപ്പോൾ നാമം ജപിക്കും മക്കളെ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരദ മഹർഷി പോയി കഴിഞ്ഞപ്പോഴേ വേദവ്യാസ മഹർഷി നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്ത ഭഗവാന്റെ ആ തിരുമന്ത്രം ഉണ്ടല്ലോ, ആ മാഹാത്മ്യം ഉണ്ടല്ലോ, അതിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ധ്യാനിച്ചു. അപ്പോൾ ആ ഭഗവത് മഹിമ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഭഗവത് മഹിമയെ മറയ്ക്കുന്നതായ മായാശക്തി അതും എന്താണെന്ന് ബോധ്യമായി. മക്കളെ, നമ്മളെല്ലാം ഈശ്വര ചൈതന്യമാണ്. സച്ചിദാനന്ദ സ്വരൂപമാകുന്ന ഭഗവാനാണ് നമ്മുടെ ആത്മാവായി ഇരിക്കുന്നതില്ലേ? പക്ഷെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തതിന്റെ കാരണം മായാ യവനിക ഛന്നമാണ്. മായാ യവനിക ഛന്നം, മായയാകുന്ന ഒരു മറ ഉണ്ട്. ആ മറയെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അഖണ്ഡ സുഖാനുഭൂതി, അവകലിത ആനന്ദ വെള്ളമോടി വരും. ആ മറയെ ഒന്ന് മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഈ ചെയ്യുന്നതെല്ലാം, അല്ലേ? അതുകൊണ്ട് ആ മറയെ മാറ്റുവാന് ഒറ്റ മാർഗമേ ഉള്ളൂ. അതിൽ ശ്രേഷ്ഠമായ ആ മാർഗം എന്നത് ഭഗവാനെ നിരന്തരം സ്മരിക്കുക. എന്താണ്? ഭഗവാനെ നിരന്തരം സ്മരിക്കുക. അതാണ് ഭക്തി.
എന്താണ്? എപ്പോഴും തൈലധാര പോലെ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുക. അതാണ് ഭക്തി. പ്രേമമുണ്ടാകുക, പ്രിയമുണ്ടാകുക, ഭഗവാനിന് പ്രിയമുണ്ടാകുക. ആ ഭഗവാനിൽ പ്രിയമുണ്ടായെങ്കിൽ മാത്രമേ ഭഗവത് അനുഭൂതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തുള്ളൂ എന്ന് വേദവ്യാസ മഹർഷിക്ക് മനസ്സിലാക്കി. എന്നിട്ട് ആ ഭഗവത് അനുഭൂതി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുവാൻ വേണ്ടി അദ്ദേഹം 18,000 ശ്ലോകങ്ങളിൽ കൂടി രചിച്ചതാണ് ഈ ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഈ 18,000 ശ്ലോകങ്ങളുടെയും ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ. എന്ത്? നമ്മളിലെ ആനന്ദാനുഭൂതിയെ മറയ്ക്കുന്ന മായയാകുന്ന ആ യവനികയെ ഒന്ന് നീക്കിയിട്ട് നമ്മളുടെ സ്വരൂപമാകുന്നതായ ദിവ്യാനന്ദ സ്വാഭാവികം സാധിക്കുക. ദിവ്യവും സ്വാഭാവികവുമായിരിക്കുന്ന ആനന്ദം സാധിക്കുക. അതാ ഓം ഹൃദി പുനർഭവാഭ്യം ആനന്ദസ്ഫുരതനുഭവാഭ്യം. ശങ്കരാചാര്യ പറയുന്നതാ, ആനന്ദസ്ഫുരതനുഭവാഭ്യം ഹൃദി പുനർഭവതുമേ. എന്റെ മനസ്സിനകത്ത് ഈ ആനന്ദസ്ഫുരണം എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം ഭഗവാനെ. അതിനു വേണ്ടിയിട്ടാ. അതിനാ മായ ഇങ്ങനെ മാറണം. ആ മായയാകുന്ന യവനിക മാറണം. ഇതിനാണ് ഭാഗവതം. ഇതിനു വേണ്ടിയിട്ടുള്ളതാണെന്ത്? ഭാഗവതം. അപ്പൊ ആശയം പിടികിട്ടല്ലോ. ഇപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞതും ഇപ്പൊ കഥാസ്വരൂപമായിട്ട് പറഞ്ഞതിനും എല്ലാം ഒറ്റ ആശയമേ ഉള്ളൂ. എന്തേ? ഈ ഭാഗവതത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്തേ? ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടായി മനസ്സിങ്കൽ ആനന്ദമുണ്ടാകണമെങ്കിൽ ഇന്ന് ഇതേ നല്ലോ. എൻ്റെ അമ്മയെ ഒത്തിരി കാശ് മുടക്കി സപ്താഹവും ഒക്കെ നടത്തി, ഒത്തിരി കാശ് മുടക്കി ഭാഗവതവും ഒക്കെ പാരായണവും ഒക്കെ നടത്തിയിട്ടും മനസ്സിനകത്ത് ഒരാനന്ദവും ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ നടത്തിയതും നടത്താത്തതും എല്ലാം കണക്കായില്ലയോ? അന്നോ ഇല്ലയോ? കാശ് കൊടുത്ത് സോപ്പ് വാങ്ങിച്ചിട്ട് അഴുക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ വല്ല കാര്യമുണ്ടോ? ആ സോപ്പ് കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം നടത്തുമ്പോൾ നമ്മുടെ മായയാകുന്ന ആ യവനിക ഒന്ന് മാറി ആനന്ദാനുഭൂതി നമ്മളിൽ തന്നെ ഉണ്ടാകുവാൻ അത് പ്രാപ്തമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് യജ്ഞങ്ങളൊക്കെ ഇല്ലേ? നാമം ജപിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഇനി നമ്മൾ ഭാഗവതത്തിലേക്ക് കടക്കുക. ഈ ശ്രീമദ് ഭാഗവതം കേട്ട് 7 ദിവസം കൊണ്ട് ആ ദിവ്യാനന്ദ സ്വാഭാവികം സാധിച്ചതായ പരീക്ഷിത്താണ് ഇത് സാധിക്കാൻ പറ്റുമെന്നുള്ളതിന്റെ തെളിവ്. അതുകൊണ്ട് ആ പരീക്ഷത്തിന് എന്തെല്ലാം ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നോ ആ ഗുണഗണങ്ങളൊക്കെ നമുക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കും ഈ ദിവ്യാനന്ദ സ്വാഭാവികം സാധിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്. ഉപദേശിച്ച് തരുന്ന ആളും, എന്താണ്? ഉപദേശിച്ച് തരുന്ന ആളും അതുപോലെ തന്നെയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മന്ത്രങ്ങളും ഈ പറയുന്ന കഥകളും എല്ലാം ഇപ്പൊ ചാറ്റ് കിട്ടും. കിട്ടത്തില്ലയോ? അതിനകത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കിട്ടും. പക്ഷെ അതെല്ലാം ജഡം പോലെയാണ്. നമ്മള് ഈ മനസ്സിൽ നിന്ന് ഞാൻ പറയുന്നു, മനസ്സുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നു, അതുപോലെ വരുമോ? കഥകളെല്ലാം നമുക്ക് പുസ്തകത്തിൽ വായിക്കാൻ പറ്റും. പുസ്തകത്തിൽ വായിക്കുന്നതിനേക്കാളും അനുഭൂതി ഉണ്ടാകുന്നത് കേൾക്കുമ്പോഴാണ്. എന്താ കാര്യം? കാരണം കേൾക്കുമ്പോൾ കൂടുതൽ അനുഭൂതി ഉണ്ടാകാനുള്ള കാരണം ഈ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഈശ്വരനാ അല്ലേ? ശബ്ദബ്രഹ്മമയും വാണിയും പരേതാം ഭജതാം. ശബ്ദബ്രഹ്മമയി എന്ന് പറയുന്നത് ഭഗവതിയാ അല്ലേ? ഈശ്വരീയമാണ്. ഈ ശബ്ദം എന്ന് പറയുന്നത് ഈശ്വരീയമാണ്. ആ ശബ്ദം നമ്മുടെ അന്തരംഗത്തിൽ എന്തുണ്ടാക്കുന്നുണ്ട്? മഥനം ഉണ്ടാക്കുന്നുണ്ടില്ലേ? അതുകൊണ്ട് ചാറ്റ് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ കേൾക്കണം, സത്സംഗം ഉണ്ടാകണം. എന്തുണ്ടാകണം? സത്സംഗം ഉണ്ടായി സത്സംഗത്തിൽ കൂടി നമ്മൾ കേൾക്കണം. ആ ശബ്ദബ്രഹ്മമായി ആകുന്ന വാണിയെ നമ്മളിലേക്ക് ആവാഹിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പൊ ഈ ഉപദേശിച്ചു കൊടുക്കുന്ന ആള്, അനുഭവത്തിൽ ഇല്ലാത്ത ആൾ ഉപദേശിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഈ വക്താവിന്റെ സംശയങ്ങളെ തീർത്തു കൊടുക്കാൻ പ്രാപ്തനായിരിക്കില്ല. ആശയം പിടി കിട്ടിയത്. ഞാനിപ്പം നിങ്ങളോട് ഒരു കാര്യം
സോപ്പ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പുസ്തകത്തിൽ വായിച്ചു, എന്നിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരികയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു, അത് ഞാൻ വായിച്ച പുസ്തകത്തിൽ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. പറ്റുമോ? പറ്റത്തില്ല. എന്നതുപോലെ ഇത് വളരെയധികം അതിഗാംഭീര്യമായിരിക്കുന്നതായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഇതിനകത്ത് അനുഭവം ഇല്ലാത്ത ഒരു വ്യക്തി വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് പരിമിതികൾ ഉണ്ടാകത്തില്ലയോ? അതുകൊണ്ട് ശ്രോതാവിന്റെ നിലയ്ക്കനുസരിച്ച് വേണം വക്താവ്. ശ്രോതാവിന്റെ നിലയ്ക്ക് അനുസരിച്ച് വേണം വക്താവ്. ഇവിടെ അർഹത ഉള്ളതായ ശ്രോതാവാണ് പരീക്ഷിത്, അല്ലേ? അപ്പം വക്താവും അതുപോലെ തന്നെ അർഹതയുള്ള ആളാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കഥ പറയും. വേദവ്യാസ മഹർഷിയുടെ ഒരു വലിയ മാഹാത്മ്യം നമുക്ക് കാണാൻ പറ്റുന്ന എങ്ങനെയാണെന്നറിയാമോ? തന്നെ താഴ്ത്തി കെട്ടിക്കൊണ്ട് തന്റെ ശിഷ്യനെ ഉയർത്തി കാണിക്കുന്നു. ഈ വേദവ്യാസ മഹർഷിയുടെ പുത്രനാണ് ശുഖബ്രഹ്മർഷി എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, പക്ഷേ ശിഷ്യന. എന്താണ്? ശിഷ്യന. അതുകൊണ്ട് തന്നെ താഴ്ത്തി കെട്ടിക്കൊണ്ട് തന്റെ ശിഷ്യനെ ഉയർത്തി കാണിക്കുകയാണ് പരമപുരുഷനായിരിക്കുന്ന ഭഗവാന്റെ അവതാരമായിരിക്കുന്ന വേദവ്യാസ മഹർഷി. അത് നമ്മളൊരു കഥ പറഞ്ഞു പഠിപ്പിക്കുക. എന്തെന്നറിയാവോ? അച്ഛനും മകനും കൂടി ഇങ്ങനെ നടന്നു പോവുക. മകനാണെങ്കിൽ നിജലാപതുഷ്ടനാണ്. തന്റേതായ ആ സ്വ ആത്മാനന്ദത്തിൽ ഇങ്ങനെ തുഷ്ടിയോടുകൂടി ഇങ്ങനെ നടക്കുന്നതാ. നിജലാപതുഷ്ടന യുവാവ, ദിഗംബരനാ, വസ്ത്രം ഉടുത്തിട്ടേ ഇല്ല. അച്ഛനാണെങ്കിൽ വൃദ്ധനാ. മകൻ ഇങ്ങനെ മുമ്പിൽ നടക്കുന്നു, അച്ഛൻ പിറകിൽ ഇങ്ങനെ നടക്കുന്നു. ആ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുമ്പോഴ് കുറെ സ്ത്രീകൾ നഗ്നരായിട്ട് നിന്ന് കുളിക്കുന്നു. മകൻ ഇങ്ങനെ നടന്നങ്ങ് പോയി. സ്ത്രീകളെ കുളി അങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. പിറകെ അച്ഛൻ ചെന്നു, വൃദ്ധനായ അച്ഛൻ ചെന്നു. വസ്ത്രമൊക്കെ ഉടുത്തിട്ടുണ്ട്. പക്ഷേ ഈ അച്ഛനെ കണ്ടതുമല്ല, പെട്ടെന്ന് പെണ്ണുങ്ങളെല്ലാം കരയ്ക്ക് കയറി വസ്ത്രം എടുത്ത് ഉടുക്കാൻ തുടങ്ങി ലജ്ജയോടുകൂടി. അപ്പോഴേ അച്ഛൻ ചോദിച്ചു, യുവാവും നഗ്നനുമായ എന്റെ പുത്രനെ കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടാകാതേകണ്ടിരുന്ന ലജ്ജ വൃദ്ധനും വസ്ത്രധാരിയുമായ എന്നെ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായി? ചോദ്യമല്ലയോ? അപ്പോഴാ പെണ്ണുങ്ങൾ കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? മക്കളെ, എടാ ഓടാൻ വേണ്ടിയുള്ള സ്ഥലമല്ലല്ലോടാ, ഇതാണോടാ. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്താ പറഞ്ഞു കൊടുത്തെന്നറിയാമോ? അവിടുത്തെ പുത്രൻ യുവാവാണ്, ദിഗംബരനാണ്, പക്ഷെ അദ്ദേഹത്തിന് ദേഹബോധമില്ല. അതുകൊണ്ട് കുറെ സ്ത്രീകൾ നഗ്നരായിട്ട് നിന്ന് കുളിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം നിജലാപതുഷ്ടനാണ്, സ്വാത്മാനന്ദത്തിൽ ലയിച്ച് നടക്കുകയായിരുന്നു. പക്ഷേ വൃദ്ധനായ പിതാവായ അവിടുത്തെ മനസ്സിൽ തോന്നലുണ്ടായി, കുറെ സ്ത്രീകൾ ഇതാ നഗ്നരായിട്ട് നിന്ന് കുളിക്കുന്നു എന്ന ദേഹാഭിമാനം ഉണ്ടായി. അവിടുന്ന് ഞങ്ങളുടെ ദേഹത്തെ കണ്ടു, അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ ആത്മാവിനെ കണ്ടു. അശംപിടി കിട്ടിയോ? അവിടുന്ന് ഞങ്ങളുടെ ദേഹത്തെ കണ്ടു, അവിടുത്തെ പുത്രൻ ഞങ്ങളുടെ ആത്മാവിനെ കണ്ടു. ഇങ്ങനെ ആത്മാവിനെ മാത്രം കാണുന്ന നിജലാപതുഷ്ടനായിരിക്കുന്ന സ്വാനുഭൂതിയുള്ളതായ ഗുരുവിനാലാണ് ഇവിടെ ഈ ശ്രീമദ് ഭാഗവതം അതുപോലെ യോഗ്യനായിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? വക്താവിനനുസരിച്ചുള്ള ശ്രോതാവിനനുസരിച്ചുള്ള വക്താവ് മതി. പോലെ യജ്ഞശാലയിൽ വെച്ച് ഇതുപോലുള്ള സപ്താഹ സദസ്സിൽ വെച്ചല്ലല്ലോ പറഞ്ഞു കൊടുത്തതാണോ? അല്ല. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി മാത്രം വരുന്ന, അതിനു വേണ്ടി ആഹാരവും വെള്ളവും എല്ലാം ഉപേക്ഷിച്ച് ആ വ്രതശുദ്ധിയോടുകൂടി ഇരുന്നതായ ആളാണ് കേൾക്കുന്നത്. ഇല്ലേ? ആണോ? ഇല്ലയോ? ആണോ? ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോഴിപ്പം വക്താവിന്റെ മഹാത്മ്യം പിടികിട്ടിയല്ലോ, അല്ലേ? ഉപദേശിച്ചു കൊടുക്കുന്ന ഗുരുവിന്റെ മഹാത്മ്യം പിടികിട്ടിയില്ലേ? ഇനിയും ശ്രോതാവിന് എന്തു ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ്
പരീക്ഷത്തിന്റെ കഥ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അല്ലെങ്കിൽ ആത്മവിദ്യക്ക് ഒരാളിന് ഉണ്ടായിരിക്കേണ്ടുന്ന ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് പരീക്ഷത്തിന്റെ കഥയിൽ കൂടി. ഇപ്പൊ തന്നെ ഇവിടെ ഈ സദസ്സിലിരിക്കുമ്പോൾ കുറച്ചു പേരൊക്കെ ശ്രദ്ധിക്കുന്നു. കുറെ പേരുടെ മനസ്സിനകത്തെല്ലാം പ്രാരബ്ധങ്ങൾ, സംസാര ദുഃഖങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു, ഇല്ലേ? അതൊക്കെ ഓരോരുത്തരുടെയും ഓരോ അവസ്ഥകളാ, ഇല്ലേ? എല്ലാവർക്കും ഒരുപോലെ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ എല്ലാം പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ധർമ്മത്തിനകത്തെ എന്തിനാ ഇത്രയും മാർഗങ്ങൾ ഭഗവാനെ പ്രാപിക്കാൻ ഏതെങ്കിലും ഒരു മാർഗം പോരായോ എന്ന് ചോദിച്ചപ്പോൾ ചിന്മയാനന്ദ സ്വാമി കൊടുത്ത ഉത്തരവിധ എല്ലാവർക്കും ഒരേ തൊപ്പി പറ്റത്തില്ല. പറ്റുമോ? എല്ലാവർക്കും ഒരേ തൊപ്പി പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായ പ്രാരാബ്ധം ഓരോരോ രീതിയിൽ അത് നമുക്ക് ഈ യജ്ഞശാലി തന്നെ നോക്കുമ്പോൾ കാണാൻ പറ്റൂലല്ലേ? അതുകൊണ്ട് നമ്മളോട് പറയുകയാണ് എന്ത്? പരീക്ഷത്തിനെ പോലെ ആകാൻ വേണ്ടി ശ്രമിക്കും. എന്താണ്? പരീക്ഷത്തിനെ പോലെ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പഠിപ്പിക്കുകയാണ് പരീക്ഷത്തിന്റെ കഥ. അതിന് നമുക്ക് നാളെ മധ്യാഹ്നത്തില് പറയാം. നാമം ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ വാസുദേവ. ഇനിയും നാമസങ്കീർത്തനമാണ്. അതിനുശേഷം മംഗളാരതി ഉണ്ടാകും. പിന്നീട് യജ്ഞശാലയിലെ ദീപാരാധന. കേട്ടോ? എല്ലാവരും ഈ നാമസങ്കീർത്തനമൊക്കെ ചൊല്ലുമ്പോൾ കൂടെ പാടാൻ പറ്റാവുന്നവരെല്ലാം കൂടെ പാടണം. എല്ലാവരും കൂടെ ചേർന്നിട്ട് അതിനകത്ത് ഭാഗഭാക്കാകുമ്പോഴാണ് അത് ശരിയായ രസാനുഭൂതി നമുക്ക് തരുന്നത്. എല്ലാവർക്കും ആ രസാനുഭൂതി ഉണ്ടാകട്ടെ. ഹരിയും.